നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 10 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ധനലാഭം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. ഇടപാടുകളിൽ ചതിയോ വഞ്ചനയോ സംഭവിക്കാതെ ജാഗ്രത പാലിക്കണം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ട സമയമാണിത്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വിദേശവാസത്തിന് സാഹചര്യം ഒരുങ്ങുമെങ്കിലും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ കലഹങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. അലസത ഒഴിവാക്കി പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ശ്രമിക്കുക. നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനും അംഗീകാരങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന ശുഭദിനമാണിത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വ്യാപാര ബിസിനസ് രംഗത്ത് മികച്ച പുരോഗതി ദൃശ്യമാകും. സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടന യാത്രകൾ നടത്താനും ഇന്ന് അവസരം ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ഉയർച്ച ഉണ്ടാകും. എന്നാൽ വ്യക്തി ജീവിതത്തിൽ ചില നിർണായക മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നു. ദാമ്പത്യ കാര്യങ്ങളിൽ കൂടുതൽ വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഉചിതമായിരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ തിരിച്ചടികൾക്ക് കാരണമായേക്കാം. എന്നതിനാൽ മിതത്വം പാലിക്കുക. ത്വക്ക് രോഗങ്ങളോ മാനസികമായ അസ്വസ്ഥതകളോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പങ്കാളിയുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുദോഷങ്ങൾ മാറിപ്പോകുകയും കോടതി കേസുകളിൽ അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്യും. വാഹനഭാഗ്യവും ഭക്ഷണസുഖവും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. സൽസുഹൃത്തുക്കളുടെ സഹായം പല കാര്യങ്ങളിലും വലിയ ആശ്വാസം ആകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഏർപ്പെടുന്ന ജോലികളിൽ പ്രതീക്ഷിച്ച പുരോഗതി ലഭിക്കാത്തതിനാൽ മനസ്സിന് ചെറിയ അസംതൃപ്തി തോന്നാം. നേത്ര ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഗുണകരമാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ദിവസമാണിത്. മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. ദാമ്പത്യ ഐക്യവും വാഹനഭാഗ്യവും ഈ രാശിക്കാർക്ക് ഇന്ന് സന്തോഷം നൽകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. നിയമപരമായ കാര്യങ്ങളിൽ അല്പം ജാഗ്രത പുലർത്തുക. പ്രതികൂല നടപടികൾക്ക് സാധ്യത കാണുന്നു. ശത്രുക്കളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാതെ നോക്കണം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അർഹമായ പരിഗണന ലഭിക്കാത്തത് മനസ്സിനെ അല്പം വിഷമിപ്പിച്ചേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ശത്രുഹാനിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ പ്രവർത്തനങ്ങളും ലാഭകരമായി മാറുന്ന മികച്ച സാഹചര്യമാണ് ഇന്നുള്ളത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ശാരീരിക സൗഖ്യവും പ്രശസ്തിയും വർദ്ധിക്കുന്ന ദിവസമാണിത്. സമൂഹത്തിൽ മാന്യതയും ആദരവും ലഭിക്കും. സംസാരത്തിലെ ചാതുര്യം വഴി കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും ഒത്തുചേരാൻ അവസരമുണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.